ഒരേ ഒരു ട്രാക്കിലൂടെ മാത്രം ഓടുന്ന ഒരു ട്രെയിൻ, അതാണ് നിങ്ങൾ ഈ കാണുന്ന മുംബൈയിലുള്ള മോണോറെയിൽ സർവീസ്. ഇന്ന് ഇന്ത്യയിൽ മുംബൈയിൽ മാത്രമേ ഇത്തരത്തിലുള്ള മോണോറെയിൽ സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുംബൈയിൽ വരുന്ന സമയത്ത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് നിങ്ങൾ ഈ കാണുന്ന മോണോറെയിൽ ഉള്ളത്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ ചെയ്യുന്ന റൈഡുകൾ പോലെ നല്ല ഇളക്കത്തോടു കൂടി ഒരു പ്രത്യേക ഫീലിംഗിൽ നമുക്ക് ഈ ഒരു മോണോറെയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. 2014 പ്രവർത്തനാരംഭിച്ച ഈ ഒരു മോണോറെയിൽ നിലവിൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്. മുംബൈയിലെ തന്നെ ചെമ്പൂര് മുതൽ സന്ത് ഗോഗ്ഡെ മഹാരാജ് ചൗക്ക്, അതായത് നമ്മുടെ മഹാലക്ഷ്മി ലോക്കൽ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു മോണോറെയിൽ സ്റ്റേഷനാണത്. അവിടം വരെയാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. മുംബൈയിലെ പ്രധാനപ്പെട്ട ഭാഗത്തോടുകൂടി അല്ല ഈ ഒരു മോണോറെയിൽ പോകുന്നത് കൊണ്ട് തന്നെ നിലവിൽ ഈ മോണോറെയിൽ നഷ്ടത്തിലാണ് ഓടുന്നതാണ് ഇതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഒരുപാട് മെട്രോ സർവീസുകളും അതുപോലെ തന്നെ നിരവധി ലൈറ്റ് മെട്രോ സർവീസുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ മോണോറെയിലിന്റെ പുതിയ പ്രൊജക്ടുകളൊന്നും ഇനി ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയില്ല. നിലവിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു മോണോറെയിൽ തന്നെ ഭാവിയിൽ എത്ര കാലം ഓടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മോണോറെയിൽ നിലവിൽ നഷ്ടത്തിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആദ്യം മുംബൈയിൽ വരുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതടക്കം മുംബൈയിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എവിടെയൊക്കെ പോവാന്നുള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കാണാൻ മറക്കരുത്. അപ്പം വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.